ഹേ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ റെസിഡൻസ് അസോസിയേഷൻ്റെ ഞങ്ങൾ ടൂറ് പോയ കുറച്ച് വീഡിയോ ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ 4:15 ആ ഒരു ടൈമൊക്കെ ആയപ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങണത്. രാവിലെയാണ് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഒരു കട്ടൻ ചായ അടിച്ച് നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. പിന്നെ കട്ടൻ എപ്പോഴും നമുക്ക് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഞാനും അമ്മയാണ് പോണത്. അച്ഛന് വേറെ എന്തോ പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അച്ഛൻ വരുന്നില്ല. അപ്പോൾ ഞാനും അമ്മയും കൂടിയാണ് പോണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബസ്സിനാണ് പോയത്. നമുക്ക് ഇതുമാതിരി 2 ബസ് ഉണ്ടായിരുന്നു. കണ്ടില്ലേ, സൗഹൃദം റെസിഡൻസ് അസോസിയേഷൻ കോഴിക്കോട് കടലുണ്ടി, സൗഹൃദ യാത്ര 2025. നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ റെസിഡൻസ് അസോസിയേഷൻ ട്രിപ്പായിട്ടൊക്കെ പോണത് കേട്ടോ. തൃശ്ശൂർക്കാണ് നമ്മളിന്ന് പോണത്. പിന്നെ ഇവിടെ കണ്ടോ, പുറത്ത് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഈ എന്താ പറയുക, ഓരോ ഫാമിലീസിനെയൊക്കെ ബസ്സിലാക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. ഇവരൊന്നും വരാത്ത കേട്ടോ, ടൂറിന് വരുന്നില്ല. പിന്നെ ഇതുമാതിരി എൻ്റെ അച്ഛനും വരാത്തതുകൊണ്ട് തന്നെ അപ്പം നമ്മളാക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ വന്നിന്. അപ്പം അച്ഛന് കാര്യമായിട്ട് വേറെ എന്താ പരിപാടി ഉള്ളതുകൊണ്ടാണ് അച്ഛന് വരാൻ കഴിയുന്നത് കേട്ടോ. അപ്പം അങ്ങനെ എന്താ പറയുക, നമ്മൾ യാത്ര തുടങ്ങുകയാണ് മെയിനായിട്ട്. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് ഇതുമാതിരി ലൈറ്റൊക്കെ ഇട്ടെങ്കിലും പാട്ടൊക്കെ ഉണ്ടെങ്കിലും ആർക്കും വലിയൊരു വൈബൊന്നും ഇല്ലേനു. കാരണം അത്രയും രാവിലെയാണല്ലോ, 4 മണി 4:30 അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും വലിയൊരു വൈബൊന്നും ഇല്ലേനു. പിന്നെ അങ്ങോട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പം എല്ലാവരും ഒന്ന് ഓണാവാൻ തുടങ്ങി കേട്ടോ. പിന്നെ അങ്ങനെ ഡാൻസായി പാട്ടായി മൊത്തത്തിൽ ഒരേ ഒരു വൈബായി. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ഡാൻസിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇനി അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരും. പിന്നെ രാവിലെ തന്നെ ആയതുകൊണ്ട് ഇവർ സൗണ്ടൊക്കെ ലേശം കുറച്ചിട്ടേ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കൂട്ടാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ നമ്മളെ പാട്ടൊക്കെ നല്ല സൗണ്ട് കൂട്ടി പിന്നെ എല്ലാവരും ആ ഒരു ട്രാക്കിലേക്ക് പിന്നെ ഒന്നും പറയേണ്ട, പാട്ട് ഡാൻസ് അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി എന്തായാലും അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരും കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. പിന്നെ ഗൈസ്, നമ്മൾ ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന ഡാൻസിൻ്റെ പാട്ടൊന്നും നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ കോപ്പി റൈറ്റിൻ്റെ ഒക്കെ സീനുള്ളതുകൊണ്ട് നമ്മൾ ആ പാട്ടൊക്കെ ഒഴിവാക്കണം. അപ്പോൾ പാട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ വിഷ്വൽസ് മാത്രമായിട്ട് കാണിക്കാം. കാരണം കോപ്പി റൈറ്റ് സീന് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഇച്ചിരി പ്രശ്നമാണ്. സോ അതുകൊണ്ട് നമ്മൾ പാട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കിയിട്ട് നമ്മൾ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ കഴിച്ച് എല്ലാവരും ഒരേ ഡാൻസായി. പിന്നെ അങ്ങനെ നമുക്ക് 7 മണിയായി. ഇപ്പോൾ കുറച്ചൊന്ന് നേരം വെളുത്ത് വരികയാണ്. അപ്പം നമ്മൾ നേരെ നമ്മളെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഇരുട്ടത്താണ് കയറിയത്. 4 മണി 4:30 ആ ഒരു ടൈമിലൊക്കെയാണ് മെയിനായിട്ട് ബസ് കയറിയത്. ബസ് കയറി ഇപ്പോഴാണ് ജസ്റ്റ് ഒന്ന് നേരം വെളുത്ത് വരുന്നത് കേട്ടോ. സോ അങ്ങനെ നമ്മളെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നിൽ പോണ ബസ് ഉണ്ടോ, ആ മുന്നിൽ പോണ ബസ്സും നമ്മളെ കൂടെയുള്ള ടീംസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് 2 ബസ്സിലായിട്ടാണ് ആൾക്കാർ പോയത്. അപ്പോൾ അതാ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ വടക്കുനാഥൻ ക്ഷേത്രത്തിലാണ് കേട്ടോ. അതായത് നമ്മളെ തൃശ്ശൂർ പൂരമൊക്കെ നടക്കുന്ന ഏരിയ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇഡ്ഡലിയും പിന്നെ സാമ്പാറും ചട്നിയും ഒക്കെ കഴിച്ചു. അപ്പം മെയിനായിട്ട് ഈ അമ്പലത്തിലാണ്, ഈ അമ്പലത്തിൻ്റെ അവിടെ ഒരു ഏരിയ ഉണ്ടല്ലോ, അതായത് ഈ ഏരിയയിലാണ് തൃശ്ശൂർ പൂരമൊക്കെ നടക്കലെന്ന് കേട്ടോ പറഞ്ഞത്. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ആദ്യമായിട്ട് എവിടെയൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് ചായയും പിന്നെ ഇഡ്ഡലിയൊക്കെ തിന്ന്, അതൊക്കെ നമ്മളെ റെസിഡൻസ് അസോസിയേഷൻ്റെ വക തന്നെയാണ് കേട്ടോ. അതായത് നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ മൊത്തം സെറ്റപ്പായിട്ടാണ് വന്നത്. അപ്പം ഇതിൻ്റെ ഉള്ളിലാണ്, അമ്പലത്തിൻ്റെ
അമ്പലത്തിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ഏരിയ വരുന്നത്. സോ ഞങ്ങൾ ജസ്റ്റ് അമ്പലത്തിൻ്റെ ഉള്ളിലൊന്ന് കയറി. അങ്ങനെ ജസ്റ്റ് ആദ്യമായിട്ട് ഇവിടെ വന്നതുകൊണ്ടും നമുക്കൊന്ന് കാണാനുള്ളൊരു ഇതുകൊണ്ടും നമ്മൾ ജസ്റ്റ് അമ്പലത്തിൻ്റെ ആ ഒരു ഏരിയയിലൊക്കെ ഒന്ന് ജസ്റ്റ് കയറി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചേരെ നമ്മുടെ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അതായത് നമ്മൾ ഇവിടെ തൃശ്ശൂർ സൂവിലേക്കാണ് കേട്ടോ പോകണം. സ്റ്റേറ്റ് മ്യൂസിയം ആൻഡ് സൂ തൃശ്ശൂർ. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ ഇപ്പം നമ്മൾ ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിങ്ങിലാണ്. അപ്പോൾ എല്ലാവരും നല്ല വൈബായിട്ട് ഉഷാറായിട്ട് നിൽക്കുകയാണ് ഗൈസ്. നമ്മളെ ആദ്യത്തെ ട്രിപ്പാണ്, നമ്മളെ റെസിഡൻസിൻ്റെ വകയായിട്ടുള്ള ആദ്യത്തെ ട്രിപ്പായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യത്തെ കണ്ടത് കേട്ടോ. ആദ്യം തന്നെ ഈ എൻട്രീനെ തത്തേന്നാണ് തുടങ്ങിയത്. പഞ്ചവർണ്ണ തത്തിയാണ് ഇതായത് ഈ ഒരു കൂട്ടിനുള്ളിൽ തന്നെ പഞ്ചവർണ്ണ തത്തിയും ആഫ്രിക്കൻ ഗ്രേ പാരറ്റും ഉണ്ട്. 70 years to 80 years ആണ് ഇവരുടെ ലൈഫ് സ്പാനൊക്കെ വരുന്നത്. അപ്പം ഞാൻ ഭയങ്കര അന്തം വിട്ടു കേട്ടോ, ഇത്രയും വർഷം ലൈഫ് സ്പാനും. പിന്നെ റിയ അമേരിക്കാന എന്ന് പറയും. അതായത് ഏറ്റവും വലിയ പക്ഷി വിഭാഗത്തിൽ പെടുന്ന ഒരു ഐറ്റമാണത്. അപ്പോൾ ഇതിന് ഏകദേശം 13 വർഷമാണ് ലൈഫ് സ്പാൻ വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിൽ കൂടെ നമ്മൾ നടക്കുകയാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ കരിക്കൊക്ക് എന്ന് പറഞ്ഞ സാധനത്തിന് കണ്ട്. അതായത് ഇതിനെ വൈറ്റ് നെക്ക് സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. അതിലും കന്യാസ്ത്രീ കൊക്കെന്നും പറയും കേട്ടോ. പേരൊക്കെ എന്തൊരു വെറൈറ്റി അല്ല. ഞാൻ ആദ്യം ഈ ബോർഡിൽ നിന്നാണ് കേട്ടോ ഞാനിതൊക്കെ വായിക്കണേ. പിന്നെ അതിന് ശേഷം നമ്മൾ കൂമനെ കണ്ട്. അതായത് 10 മുതൽ 15 വർഷം വരെയാണ് ഇവരെ ലൈഫ് സ്പാൻ വരുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നേരെ നടന്നു പോകുമ്പോഴാണ് കൂട്ടിൻ്റെ ഉള്ളിലായിട്ട് വേറൊരു ഐറ്റത്തിന് കാണുന്നത്. നമ്മളെ കുറുക്കൻ കണ്ടോ. കുറുക്കൻ 15 തൊട്ട് 20 വർഷം വരെയാണ് ഇവരുടെ ലൈഫ് സ്പാൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് കുറുക്കനുണ്ട്. പിന്നെ അത് മാത്രമല്ല ഈ ഒരു ഏരിയ ഉണ്ടോ, ഈ ഒരു ഏരിയയിലായിട്ടും ഈ കുറുക്കൻ ഇങ്ങനെ നടന്ന് കളിക്കുന്നുണ്ട്. ആൾക്കാരുടെ അടുത്തേക്കൊന്നും എത്തൂല, കാരണം ചെറിയൊരു അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ പിന്നെയും നമ്മളെ നടത്തം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഹിപ്പോപ്പൊട്ടാമസിനെ കാണാനാണ് പോകുന്നത്. പിന്നെ എൻ്റെ കൂടെ ഉള്ളത് അജു ആണ്. അപ്പോൾ അജു ഞാനും കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ പിടിച്ച് ഒക്കെ ഒന്ന് റെഡിയാക്കിയത്. പിന്നെ അടുത്ത് വരുന്നത് നമുക്കിവിടെ കലമാനുണ്ട് കേട്ടോ. കലമാൻ മ്ലാവ് എന്നൊക്കെ പറയുന്നത്. അപ്പം അതിനെ കണ്ട്. പിന്നെ ഇങ്ങനൊരു ഏരിയ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതായത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ വന്നിട്ട് ഒട്ടകപക്ഷീനെ കണ്ട്. അത്യാവശ്യം നല്ല സൈസിലുള്ള ഒട്ടകപക്ഷിയാണ് കേട്ടോ ഇതിൻ്റെ. എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ തല പൊന്തിച്ച് വരുമ്പോഴത്തേക്ക് ഇതിന് പുറത്ത് ചാടാൻ പറ്റൂലേ എന്നാണ്. കാരണം അതിൻ്റെ ഒരു തല പൊക്കിയത് കണ്ടോ. 40 തൊട്ട് 45 വർഷം വരെയാണ് ഇവരുടെ ലൈഫ് സ്പാൻ വരുന്നത്. എനിക്ക് തോന്നുന്നത് ഇതിനൊക്കെ അത്യാവശ്യം പ്രായം ഉണ്ട് എന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ഓക്കെ, കാരണം അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. പിന്നെ അതിന് ശേഷം ഇതേമാതിരത്തെ ഒരു മാനിനെ കണ്ട്. അതിന് എന്തോ ഒരു പേര് പറയൂ കേട്ടോ. അതെനിക്ക് എന്താണെന്നുള്ളത് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, പക്ഷേ ആ ബോർഡ് മിസ്സായിപ്പോയി. ഇനി അടുത്തത് നമ്മൾ ഹിപ്പോപ്പൊട്ടാമസിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതായത് ഈ ഒരു പാലം കയറി പോകണം. ഓക്കെ, ഹിപ്പോപ്പൊട്ടാമസിനെ കാണാനായിട്ട്. അപ്പം അങ്ങനെ നമ്മൾ ഈ പാലം കയറി പോവാണ്. അപ്പം അങ്ങനെ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിലായിട്ട് കലമാനുണ്ട്. അതിനെ തന്നെയാണ് നമ്മൾ മ്ലാവ് എന്നും പറയുക കേട്ടോ. അപ്പം ഇതിന് ഏകദേശം നമ്മുടെ ഒരു 15 വയസ്സ് വരെയൊക്കെയാണ് അതിൻ്റെ ലൈഫ് സ്പാൻ വരുന്നത്. പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലായിട്ടാണ് ഏറ്റവും കൂടുതൽ ഇവരെ കാണുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പോണ വഴിക്കൊക്കെ ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മളിപ്പോൾ ഹിപ്പോപ്പൊട്ടാമസിനെ കാണാനാണ് മെയിനായിട്ട് പോകണം. അതായത് ഇതിൻ്റെ ഉള്ളിൽ 2 ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ട്. അതങ്ങനെ ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നില്ല, പക്ഷെ എന്നാലും ഏകദേശം ആ വായിക്ക് തുറക്കുന്നുണ്ട്. അപ്പം ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ട്. അങ്ങനെ അതിനൊക്കെ ശേഷം നമ്മൾ വേറൊരു ഏരിയയിലേക്ക്, അതായത് ഈ ഒരു സൂവിൽ തന്നെ നമ്മൾ കയറിയത് ആ ഒരു പാലം ഉണ്ടല്ലോ, ആ പാലം ഇറങ്ങിയിട്ട് പിന്നെ നേരെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുലീനിയും അതുപോലെ ഈ എന്താ പറയുക ലയണും ടൈഗറൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്ത് നമ്മൾ പോണത് കേട്ടോ. പിന്നെ ഇതുമാതിരി നമ്മളെ പുള്ളിമാനുണ്ട്, കലമാൻ എന്ന് പറയും. അപ്പം ഇങ്ങനെ കുറേ മാനുകൾ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. കുറച്ച് നല്ല എമൗണ്ടിൽ മാനുണ്ട്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെ കൊച്ചി രാജാവ് പണ്ട് ഉപയോഗിച്ച ബോട്ടാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് ടുട്ടു എന്ന് പറയും. അതായത് ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ളൊരു നേറ്റീവ് ബുള്ളാണ്. പിന്നെ ഇത് നമ്മളെ ടൈഗർ. ഇത് എന്താണെന്നറിയില്ല, ഇതിങ്ങനെ ഒരു കൺട്രോളിലാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് അത്യാവശ്യം നല്ലൊരു എനർജറ്റിക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ. പിന്നെ ആ കൂടൊക്കെ പൊളിച്ച് വരുമോ എന്നുള്ള നൈസായിട്ടുള്ളൊരു പേടി ഉണ്ടായിരുന്നു. കാരണം ഈ ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നതനുസരിച്ചിട്ട് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നാഗവല്ലിമാരി ഇങ്ങനെ ഇറങ്ങി നടക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ. ഓക്കെ, അങ്ങനെ നമ്മൾ ടൈഗറിനെ കണ്ട് വരുന്ന വഴിക്കാണ് നമ്മൾ സിംഹത്തിനെ കണ്ടത്. പക്ഷേ ലയണിനൊരു ഉശിരില്ലേനോ, അത് ഇച്ചിരി വയസ്സായി തോന്നുന്നുണ്ട്. അങ്ങനെ ആകെ വയ്യാണ്ട് അവിടെ കിടക്കുന്നുണ്ട്. ആൾക്കാരെ വെച്ചുണ്ടാക്കിയിട്ടൊന്നും ഒരു റെസ്പോൺസും ഇല്ലേനോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വേറൊരു ഏരിയയിലേക്ക് പോവാണ്. ഇത് കണ്ടോ, പുള്ളിപ്പുലി. ഇതും ഭയങ്കര ഉറക്കമാണ്. ഇതിനെ വിളിച്ചിട്ടൊന്നും അത് ഞാൻ അറിയുന്നില്ല. പിന്നെ അതിന് ശേഷം നമ്മൾ കുരങ്ങനെ കണ്ട്. പിന്നെ ഇവിടെ കുറേ കുരങ്ങന്മാരുണ്ട് കേട്ടോ ഇതേമാതിരി.
ഈ ഒരു ഏരിയ മൊത്തം കുറേ കുരങ്ങന്മാരാണ്. പിന്നെ അതല്ലാണ്ട് നമ്മൾ ഈ പോണ വഴിക്കൊക്കെ കുരങ്ങന്മാരെ കാണുന്നുണ്ട്. പക്ഷേ ഇത് ഈ കൂട്ടിനുള്ളിൽ കുറേ കുരങ്ങന്മാരുണ്ട്. പിന്നെ ഞങ്ങൾ ആ പോയ ടൈമിൽ ഇവർ ഇത് കൂടും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് ഇത് മറ്റേ നമ്മുടെ സൂ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരെ. സോ അവർ നല്ല രീതിയിൽ ഈ വെള്ളമൊക്കെ അടിച്ച് അങ്ങനെ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഒരു കുരങ്ങൻ്റെ ഈ ഒരു ഏരിയ വന്നിട്ട്. അപ്പോൾ അതായിരുന്നു ഉണ്ടായത്. കുരങ്ങൻ അത്യാവശ്യം നല്ല എമൗണ്ട് ഇവിടെ കുരങ്ങന്മാരുണ്ട് കൂട്ടിലിട്ടിച്ചിന്. പിന്നെ അങ്ങനെ നമ്മൾ തിരിച്ച് വരുമ്പോൾ നമ്മൾ ആ പുള്ളിപ്പുലീനെ ഒന്നും കൂടി ഒന്ന് എണീപ്പിക്കാൻ നോക്കി. പക്ഷെ അത് നീക്കുന്നേ ഇല്ല, അതിങ്ങനെ കിടക്കുന്നതാണ്. അപ്പോൾ പിന്നെ അതിന് വലിയ കാര്യമില്ല എന്ന് തോന്നിയപ്പം നമ്മൾ എന്ത് ചെയ്ത് നേരെ അടുത്ത മൃഗത്തിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ഇത് വന്നിട്ട് മയിലാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ പാതിരാക്കൊക്കിൻ്റെ അടുത്ത് പോയിട്ടോ. അതായത് ഈ പാതിരാക്കൊക്കിന് ഒരൊറ്റ കാലേ ഉള്ളൂ എന്നുള്ള കാര്യം പിന്നെയാണ് ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞത്. ഇവരൊക്കെ ഒറ്റ കാലേ ഉള്ളൂല്ലേ ശരിക്കും, എനിക്കറിഞ്ഞൂടേനു. പിന്നെ അതിന് ശേഷം നമ്മൾ മുതലേനെ കാണാൻ പോയി. മുതലേനെ കാണാൻ പോയപ്പോൾ മുതല ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ തന്നെ അത് പൊന്തുന്നേ ഇല്ല. അത് ആൾക്കാരൊക്കെ വന്നിട്ടാണോ എന്താണെന്നറിയില്ല, അതങ്ങോട്ട് പൊന്തുന്നില്ല. അപ്പോൾ നമ്മൾ കുറേ നേരം ഇരുന്ന് അവിടെ നോക്കാനായിട്ട്, പക്ഷേ മുതല എന്തൊക്കെ കളിച്ചിട്ട് അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരുന്നില്ല. പിന്നെ അതിന് കുറച്ച് അപ്പുറത്തായിട്ട് നമുക്ക് ഈ സ്വർണ്ണക്കോയിനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. സ്വർണ്ണക്കോയിയല്ല, സ്വർണ്ണക്കോഴി. ഓക്കെ, 6-7 വർഷമാണ് ഇവരുടെ ലൈഫ് സ്പാനൊക്കെ വരുന്നത്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതിങ്ങനെ ചിറകൊക്കെ വിടർത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല ഭംഗി ഉണ്ടാവുന്നത്. കാരണം റെയിൻബോ മാതിരിയായിരിക്കും, മൊത്തത്തിൽ ഭയങ്കര കളർഫുൾ ആയതുകൊണ്ട്. അപ്പം 7 ഇയേഴ്സാണ് ഇവരുടെ ഒരു മാക്സിമം ലൈഫ് സ്പാനൊക്കെ വരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞേരെ നമ്മൾ പാമ്പിൻ്റെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അതായത് മലമ്പാമ്പ് ഒക്കെ ഉള്ളൊരു ഏരിയ. അത് ആ മലമ്പാമ്പ് ഇവിടെ കിടക്കുന്നുണ്ട്. 25 to 30 വയസ്സ് വരെ കേട്ടോ ഓരോ ലൈഫ് സ്പാൻ വരുന്നത്. പിന്നെ അതുമാതിരി നമ്മളെ പൈത്തൻ മാത്രമല്ല, ഇവിടെ ഈ മൂർക്കൻ, പിന്നെ അതുമാതിരി വെള്ളിക്കട്ടൻ, പിന്നെ അതുമാതിരി ഇങ്ങനത്തെ ഒരു ആമ ഉണ്ടേനു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ കേട്ടോ. അത് പിന്നെ രാജവമ്പാല. സോ ഇതെല്ലാം ഇതിനകത്ത് ഉണ്ടേനു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സൂവിലൊക്കെ വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ അടുത്ത ഏരിയയിലേക്ക് പോവാണ്. അപ്പം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊരു ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമില്ലേ, ട്രിപ്പ് പോണ സമയത്ത് ഇങ്ങനെ നടുക്കൂടെ ഇങ്ങനെ ബസ്സിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് എല്ലാവരും ഒരേമാതിരി സ്റ്റെപ്പ്, അതാണ് ഞങ്ങൾ ആക്ച്വലി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ട്രെൻഡ് ഗോൺ റോങ് എന്നൊക്കെ പറഞ്ഞ സാധനം അതാണ് ഇപ്പോൾ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കാരണം ഒരാൾ ഒരു കൈ ഒരു ഭാഗത്തേക്കാണെങ്കിൽ മറ്റേ കൈ മറ്റേ ഭാഗത്തേക്ക് വിത്ത് കാലുകൊണ്ടൊക്കെ സ്റ്റെപ്പൊക്കെ ഇടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് മൊത്തത്തിൽ അലമ്പായിപ്പോയി ഗൈസ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു വീഡിയോ ട്രെൻഡ് ഗോൺ റോങ് ആയിപ്പോയി സംഭവം പറഞ്ഞാൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. അതായത് വാഴക്കാട് ഹാങ്ങിങ് ബ്രിഡ്ജാണ് ഇതുള്ളത്. അപ്പോൾ ഈ ഹാങ്ങിങ് ബ്രിഡ്ജിൽ നമ്മൾ കുറച്ച് റീൽസൊക്കെ എടുത്ത് എല്ലാവരും കൂടെ, അമ്മയും പിന്നെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാരെല്ലാവരും കൂടെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത്. അങ്ങനെ അതിന് ശേഷം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഈ ഒരു ഏരിയയിലാണ് നിർത്തിയത്. ബിരിയാണിയാണ് നമ്മൾ കഴിച്ചത്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ജസ്റ്റ് അവിടെ ഒന്ന് കറങ്ങി നടക്കാമെന്ന് വിചാരിച്ച സമയത്താണ് ബാക്കിൽ നിന്ന് ആൾക്കാർ വിളിച്ച് പറയണത് അങ്ങോട്ട് പോവരുത്, കാരണം അവിടെ ആന വെള്ളം കുടിക്കാൻ വരുന്ന ഏരിയ ആണെന്നുള്ളത്. അപ്പോൾ പറഞ്ഞപ്പോൾ ശരിയാണ്, ആനപ്പിണ്ടൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോയി റിസ്ക് എടുത്തില്ല, വെറുതെ എന്തിനാ ആനേൻ്റെയൊക്കെ ചവിട്ട് കൊണ്ട് ചാവാൻ നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടേക്കൊന്നും അങ്ങനെ പോയില്ല. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് നമുക്ക് വാഴച്ചാൽ വാട്ടർഫാളും പിന്നെ അതുമാതിരി അതിരപ്പള്ളി വാട്ടർഫാളും ആണ് കേട്ടോ നമുക്ക് കാണാൻ പോകേണ്ടത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ മറ്റേ വീഡിയോ, അതായത് നമ്മൾ വാട്ടർഫാളിൻ്റെയൊക്കെ ലോങ് വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കൂടുതൽ വീഡിയോസ് ആയിട്ട് ഉടനെ കാണാം. ടിൽ ദെൻ ബൈ.